ശരി, ശ്രീ ടി പി ജയചന്ദ്രൻ, ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെ താങ്കൾ കാണുന്നുണ്ടോ ഇത് പ്രതിപക്ഷത്തിന്റെ പരാജയമായിരുന്നുവെന്ന്? ഇവിടെ CJPയുടെ സമരത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുന്ന രീതിയിലാണോ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗം? താങ്കൾ ഏത് പക്ഷത്താണ്? ഞാൻ രണ്ട് പക്ഷത്തുമല്ല, ഞാൻ സമാധാനത്തിൻ്റെ പക്ഷത്ത് തന്നെയാണ്. കാരണം പ്രക്ഷോഭം നടത്തിയത് കോക്രോച്ച് ജനതാ പാർട്ടിയാണ്. പുതിയതായി രൂപീകരിച്ച ഒരു സാമൂഹിക അല്ലെങ്കിൽ സോഷ്യൽ കമ്മ്യൂണിറ്റി, സോഷ്യൽ നെറ്റ്വർക്കിൽ രൂപപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി. അവർ വിളമ്പിയ ആഹാരം അത് കഴിക്കാൻ അപ്പം ഞങ്ങളുടെ പന്തിയിൽ വരൂ, നിങ്ങളുടെ വിളമ്പ് കാണാം, അല്ലെ നിങ്ങളുടെ പന്തിയിൽ വന്നാൽ ഞങ്ങളുടെ വിളമ്പ് കാണാം എന്ന രീതിയിൽ കോൺഗ്രസ് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തു എന്നത് പലരും ആക്ഷേപിക്കുന്ന കാര്യമാണ്. അതിൽ കുറേയൊക്കെ സത്യവുമുണ്ട്. ആദ്യം തന്നെ പ്രക്ഷോഭത്തിൻ്റെ തീച്ചുളയിലേക്ക് കോൺഗ്രസ് പാർട്ടി, ഇന്ത്യ മുന്നണിയും ചാടാതിരുന്നത് എന്തുകൊണ്ട്? രാഹുൽ ഗാന്ധി നടത്തുന്ന വാർത്താ സമ്മേളനമാണ് കാണുന്നത് കേട്ടോ. അതിലാണ് ഈ ഡൽഹിയിൽ പോലീസ് നടത്തിയ അതിക്രമത്തെക്കുറിച്ച് ചിത്രങ്ങൾ സഹിതം അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇവിടെയാണ് ഒരുതരം ഗിവ് ആൻഡ് ടേക്ക് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അതുണ്ട്. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അത് വ്യവസ്ഥാപിതമായ പ്രതിപക്ഷം, പാർലമെൻറ്റിൽ അംഗത്വമുള്ള പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടേതുമാണ്. അതേസമയം CJP എന്ന ഒരു ഘടകം യഥാർത്ഥ പ്രതിപക്ഷമായി അവിടെ തെരുവിലിറങ്ങി. അവരുടെ വിജയം തന്നെയാണ്, കോൺഗ്രസിൻ്റെ വിജയം മാത്രമല്ല. പ്രതിപക്ഷം എന്ന നിലയിൽ CJP ആണ് അവിടെ ഒരു വിഷയാധിഷ്ഠിതമായ പ്രതിപക്ഷം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർലമെൻറ്റിലാണ് ആത്യന്തികമായി ഇവർക്കെതിരെയുള്ള നടപടികൾ, നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് റെപ്രസെൻ്റ് ചെയ്യാൻ CJPക്ക് പ്രതിനിധികൾ പാർലമെൻറ്റിലില്ല. അവർ രാഷ്ട്രീയ കക്ഷിയുമല്ല. അവിടെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസക്തി. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയാണ് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെ LOP അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ട കാര്യം. നമുക്ക് TP ജയചന്ദ്രൻ മാസ്റ്റർ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് പ്രോഗ്രസ് കാർഡ് നിരത്തുന്നത് പോലെയാണ്. ഞാനൊരു അധ്യാപകനായിരുന്നു, സാറും ഒരു അധ്യാപകനാണ്. പലപ്പോഴും 75% മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ എഴുതാനുള്ള അനുവാദം കിട്ടുക. പക്ഷേ പാർലമെൻറ്റിൽ നിശ്ചിത ശതമാനം അറ്റൻഡൻസ് വേണമെന്നില്ല സംസാരിക്കാൻ. പരീക്ഷ എഴുതുന്ന പോലെയാണ് ആ സംസാരം. തെരഞ്ഞു പിടിച്ച ചില അവസരങ്ങളിൽ നിർണായകമായി നിയമനിർമ്മാണ വേളയിൽ അന്തിമമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ച് അടിച്ചുറപ്പിച്ച് വയ്ക്കേണ്ടത് പ്രതിപക്ഷ നേതാവായ ജയചന്ദ്രൻ. മറ്റൊരു കാര്യമുണ്ട്, അങ്ങനെ അറ്റൻഡൻസ് ഇല്ലാത്ത ഒരാൾക്ക് അമിത്ഷായുടെ അസാന്നിധ്യത്തെ കുറിച്ച് പറയുവാൻ അർഹതയില്ല എന്നാണ് ധാർമ്മികമായ ഒരു നിലപാടാണ്. തനിക്ക് വേണ്ട അറ്റൻഡൻസ് ഇല്ല. താൻ കാലാന്തരത്തിൽ പലപ്പോഴും പാർലമെൻറ്റിൽ നിന്നും വിട്ടുനിന്നു. ചില നിർണായക സമയങ്ങളിൽ തൻ്റെ സാന്നിധ്യം രാജ്യത്ത് തന്നെ ഉണ്ടായില്ല. അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്ത് ധാർമ്മിക ഉത്തരവാദിത്വമാണ് തനിക്കുള്ളത്? എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിയോട് പറയാൻ കഴിയുക താൻ സംസാരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കണം, കേൾക്കണം എന്ന്? എപ്പോഴും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ പാർലമെന്ററി കാര്യമന്ത്രിയുണ്ട്, അദ്ദേഹവും മറുപടി നൽകും. ഇത് മതിയാവുമോ? 3 പേര് മറുപടി നൽകേണ്ടതാണ്. അതാണ് അതിൻ്റെ ഒരു ശേല്. ഒന്ന്, വിദ്യാഭ്യാസ മന്ത്രി, ഇപ്പോൾ പുതിയതായി ചുമതലയേറ്റെടുത്ത വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി മറുപടി നൽകേണ്ടതാണ്. കാരണം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബില്ലാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് കേൾക്കണം. അത് ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണം. 2, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷേപങ്ങളാണ്, ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപങ്ങളാണ്. പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിറം പിടിപ്പിച്ച കഥകളുമുണ്ട്, യഥാർത്ഥ കഥകളുമുണ്ട്. ഇതിൽ കതിരും പതിരും വേർതിരിച്ച് കൃത്യമായ വിശകലനം നടത്തി രാജ്യത്തോടായി പാർലമെൻറ്റിലൂടെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനത്തോട് പറയാനുള്ള ചുമതല അമിത്ഷായ്ക്ക് തന്നെയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. കാരണം ഒരു ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം, പക്ഷേ അതിൻ്റെ മറുപടി ആഭ്യന്തരമന്ത്രി ആരാണോ ആരോപണ വിധേയനായിരിക്കുന്നത്, വലിയ ആരോപണമാണ്. ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള കൽപ്പന, ഓർഡർ അനുസരിച്ചാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ബലപ്രയോഗം നടത്തിയെന്നല്ല, വെടിവെച്ചത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് തീർച്ചയായും രാഹുൽ ഗാന്ധി എത്ര റെസ്പോൺസിബിളായിട്ടാണ് പറഞ്ഞത്. ഇത് നേരിട്ടല്ല. യഥാർത്ഥത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ അനുമതി ഇല്ലാതെ, അറിവില്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.